വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എഗെയിൻ ഒരു മീഷോ ഹോളാണ്. ഇന്ന് മീഷോ എന്ന് വാങ്ങിച്ച കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള റാൻഡം ഫൈൻസ് ആണ് കാണിക്കാൻ പോകുന്നത്. നമുക്ക് സ്റ്റോറേജിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ് ഇന്നത്തെ ഒരു റാൻഡം ഫൈൻസിൽ കാണിക്കാൻ പോകുന്നത്. എനിവേ നിങ്ങൾ വീഡിയോ കണ്ടു വെക്കാൻ നിങ്ങൾക്ക് പ്രോഡക്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാവും. കാണിക്കാൻ പോകുന്നത് ഇതാണ്. ഇത് വന്നിട്ട് നമുക്ക് നമ്മുടെ ചെരുപ്പുകളൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള ബാഗ്സ് ആണ് കേട്ടോ. ഷൂ ബാഗ്സ് എന്നാണ് ഇതിന് പറയുക. അപ്പോൾ നമുക്കിവിടെ ഗ്ലാസിൻ്റെതായതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും ഏത് ചെരുപ്പാണ് ഇതിലുള്ളത് എന്നുള്ളത്. ഷൂവും ചെരുപ്പൊക്കെ ഇട്ടൊക്കെ അപ്പോൾ നമുക്കിതിങ്ങനെ വലിച്ച് ടൈറ്റാക്കിയിട്ട് നമുക്ക് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാം. നമ്മൾ യൂസ് ചെയ്ത ഷൂകളൊക്കെ അതിൻ്റെ പൊടി പുറത്താവുകയില്ല, പുറത്തുനിന്നുള്ള പൊടി അതിലാവുകയില്ല. മെറ്റീരിയൽ വന്നിട്ട് ഇങ്ങനത്തെ മെറ്റീരിയലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ബാഗാണ് ഇത്. ഇങ്ങനത്തെ 12 എണ്ണം വരുന്നുണ്ട്. ഈ 12 എണ്ണത്തിനോട് എനിക്ക് തോന്നുന്നു 100 സംതിങ് ആണെന്ന് തോന്നുന്നു. നല്ല ക്വാളിറ്റിയാണ്. എനിക്ക് എന്തായാലും യൂസ്ഫുള്ളാണ്. ഞാനങ്ങനെ ഓരോ കവറുകളിലൊക്കെയാണ് ഞാൻ എടുത്ത് വെക്കാറുള്ളത്. അപ്പോൾ ഇത് വാങ്ങിച്ചതുകൊണ്ട് എനിക്കിത് യൂസ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ ഇങ്ങനെ വാങ്ങിക്കാം. ചിലപ്പോൾ ഇങ്ങനെ പുറത്തൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പൊടി വരുമെന്നൊന്നുള്ളത് ഉണ്ടാവില്ല ഇതിൽ സൂക്ഷിച്ചാൽ. കുറേ ചെരുപ്പുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇനി നെക്സ്റ്റ് ഒരു പ്രോഡക്റ്റ് വന്നിട്ട് ഒരു കോംബോ പാക്കാണ്. 3 ബാഗ്സ് ആണ് കേട്ടോ. ഇത് നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ എവിടേക്കും കുറേ ഐറ്റംസൊക്കെ ക്യാരി ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ബാഗാണ്. ഇതിൽ ഫസ്റ്റ് വൺ വന്നിട്ട് ഇതാണ് ഗായ്സ്. ഇതിൻ്റെ ഒരു സൈസ് നോക്കൂ. ഞാൻ ഇത്രയും സൈസ് എക്സ്പെക്റ്റ് ചെയ്തിട്ടേ ഇല്ല കേട്ടോ. ഇതിൻ്റെ ചെറുതായിരിക്കും ഞാൻ വിചാരിച്ചത്. ഇത്രയും വലിപ്പമുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ഒരു സാറ്റിൻ മെറ്റീരിയലാണ്. ഉള്ളിൽ ഇങ്ങനെയാണ് വരുന്നത് കമ്പാർട്ട്മെൻറ്റ്. പിന്നെ ഇത് ഒരൊറ്റ സിബാണ് വരുന്നത്. പിന്നെ ഇവിടെ ചെറിയൊരു സിബൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ് വന്നിട്ട്. ഇങ്ങനത്തെ 3 എണ്ണം വരുന്നുണ്ട്. ഒരു വലിയൊരു ബാഗ് നമുക്ക് ക്ലോത്തൊക്കെ ഇട്ട് ക്യാരി ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഇത് സ്റ്റിച്ചിങ് ക്വാളിറ്റി ഒന്നും അത്ര വലിയ സുഖമല്ല. അപ്പോൾ നമ്മൾ വെയിറ്റ് ഇല്ലാത്ത ക്ലോത്തുകളും കാര്യങ്ങളൊക്കെ നമുക്കിതിലിടാം. വെയിറ്റ് ഉള്ള ഐറ്റംസൊക്കെ ഇട്ടാൽ ചിലപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെയാണ് ഹാൻഡിൽ വരുന്നത്. നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. 3 എണ്ണം കൂടെ 250 രൂപ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. എന്തായാലും വേർത്താണ് ഗൈസ്. വലിയ ക്വാളിറ്റി, ഞാൻ പറഞ്ഞ പോലെ സ്റ്റിച്ചിങ് വലിയ ക്വാളിറ്റി ഇല്ല. അതുകൊണ്ട് വെയ്റ്റ്ലെസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് മാത്രം ഇതിലിടാം. ഡ്രസ്സുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡ്രസ്സ് ക്യാരി ചെയ്യാൻ പറ്റും കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ആ ഒരു കാര്യം. അപ്പോൾ ഒരെണ്ണം അതാണ് പ്രിൻ്റ് വന്നിട്ടുള്ളത്. ഞാൻ ഓർഡർ ചെയ്ത പ്രിൻ്റ് ഒന്നല്ല കേട്ടോ, റാൻഡമായിട്ടാണ് വന്നിട്ടുള്ളത് പ്രിൻ്റ്. പിന്നെ ഒരെണ്ണം ഇതാണ്, സെയിം മോഡൽ തന്നെയാണ്. ഒരു പ്രിൻ്റ് ഇതാണ്, നല്ല ഭംഗിയുണ്ട് ഈ ഒരു പ്രിൻ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഒരെണ്ണം വന്നിട്ട് ഇതും ആണ് ഗൈസ്. നല്ല ഭംഗിയുള്ള നല്ല പ്രിൻ്റുകൾ. ഓക്കെ, അപ്പം ഇത് 3 ആണുള്ളത്. എനിക്കിത് യൂസ്ഫുൾ ആണെന്ന് വെച്ചാൽ ഞാൻ ഇവിടേക്ക് വരുമ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോകുമ്പോൾ അങ്ങോട്ടും ഞാൻ മിക്ക ഡ്രസ്സുകളും എടുക്കാറുണ്ട്. എനിക്ക് എല്ലാ ഡ്രസ്സും എൻ്റെ കൂടെ വേണം എന്നുള്ളതാണ് എൻ്റെ എപ്പോഴാണ് അതിടണോ ഇതിടണോ എന്നുള്ള ചിന്ത വരികയെന്ന് അറിയില്ലല്ലോ. സോ ഞാൻ അങ്ങനെ അത്യാവശ്യം എല്ലാം എടുത്തിട്ടാണ് വരാറുള്ളത്. അപ്പോൾ എനിക്കിങ്ങനെ കവറുകളിൽ ഇടുന്നത് തീരെ ഇഷ്ടമില്ല. എൻ്റെ കയ്യിൽ മുമ്പൊരു ടോട്ട് ബാഗ് ഉണ്ടായിരുന്നു, അത് നാശമായാലും പിന്നെ എനിക്കിങ്ങനെ കവർ തന്നെ യൂസ് ചെയ്യേണ്ടി വന്ന്. അപ്പോൾ ഞാനിങ്ങനെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ എന്തായാലും ഇത് പ്രോഡക്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു സംഭവമാണ്. ഇത് ഞാൻ മുമ്പൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ബ്രൗണ്, അതിൻ്റെ വേറെ ഇതാണ് കേട്ടോ. ഇത് ഇങ്ങനെ ഇവിടെ ഒട്ടിക്കാനുള്ളതാണ്. പക്ഷേ ഗൈസ് ഇത് ഹൊറിസോണ്ടലും ഇത് വേർട്ടിക്കലും ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതിങ്ങനെ സ്റ്റിക്കാവാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഓപ്പൺ ഉള്ള ഭാഗത്തിൻ്റെ അത്ര തന്നെ ഈ ഒരു അടപ്പിൻ്റെ വീതി വരുന്നില്ല. ഇത് മിക്കവാറും റിട്ടേൺ ചെയ്യണം. അപ്പോൾ അത്ര തന്നെ വീതി വരുന്നില്ല. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാനും പറ്റുന്നില്ല. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ സ്റ്റിച്ചിങ് ഒക്കെ വിട്ടുണ്ട്. ഇത് ഞാൻ ഇപ്പോൾ കേട്ടോ കാണുന്നത്. ഇവിടെ കാർഡ്ബോർഡ് കാണുന്നുണ്ട്. സംഭവം കാർഡ്ബോർഡ് കവർ ചെയ്തിട്ട് വരുന്നതാണെങ്കിൽ ഇവിടെ നല്ല സ്റ്റിച്ചിങ് കൊടുക്കാറുണ്ട്. ഞാൻ മുമ്പൊരു ബ്രൗണ് കാണിച്ചിട്ടില്ലേ, അത് അടിപൊളി ക്വാളിറ്റി ആയിരുന്നു. അപ്പോൾ ഇതിന് അത്ര തന്നെ ക്വാളിറ്റി ഇല്ല. പ്രൊഡക്റ്റൊക്കെ നമുക്ക് ഇട്ട് വെക്കാനൊക്കെ പറ്റും, പക്ഷെ എന്താ വാങ്ങിക്കുമ്പോൾ നല്ല ഫിനിഷിംഗ് ഉള്ളത് വാങ്ങിക്കും. ഇതാണ് നമ്മുടെ ഐറ്റം. ഇതിൻ്റെ അത്രയും ഉള്ളിലിടാൻ ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട് കേട്ടോ. ഇതിട്ടിട്ടാണ് നമ്മളങ്ങനെ അതിൽ വെച്ച് കൊടുത്തത്.
ഇത് മിക്കവാറും ഞാൻ എക്സ്ചേഞ്ച് ചെയ്യും. കാരണം ഇത് എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ നല്ല പ്രൊഡക്റ്റ് കൊണ്ടുവരുന്ന സമയത്താണ് ഇത് കൊണ്ടുപോകുക. റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റിട്ടേൺ ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഓർഡർ ചെയ്ത് പിന്നെ വീണ്ടും വരണം. എക്സ്ചേഞ്ച് ആകുമ്പോൾ ആ സാധനം വരുന്ന സമയത്ത് നമ്മളിത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ഞാൻ എന്തായാലും ചെയ്യും. നല്ലൊരു പ്രോഡക്റ്റ് ആയിരുന്നു, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണിത്. കുട്ടികളുടെ ടോയ്സും ഡ്രസ്സുകളൊക്കെ ഇതിലിട്ട് വെക്കാൻ പറ്റും. പക്ഷേ ഇപ്പം നമ്മൾ വാങ്ങിച്ചതിൻ്റെ ക്വാളിറ്റി കുറച്ച് മോശമായതുകൊണ്ട് നമ്മൾ ഇത് റിട്ടേൺ ചെയ്യും. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഒരു കുട്ടി വീഡിയോ ആണ്, കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം, ട്രൈ ചെയ്യാം. പിന്നെ മറ്റൊരു വീഡിയോ വരുന്നതിലേക്ക് ടാറ്റാ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.